ഏകസ്വര മിത്രങ്ങളായ ലോകമാനവരാശിക്ക് നമസ്കാരം. സഖാവ് കുഞ്ഞിക്കണ്ണൻ്റെ ഒരു ന്യൂക്ലിയർ ബോംബ് നാളെ 4:30 പൊട്ടുന്നതാണ്. സഖാവ് കുഞ്ഞിക്കണ്ണൻ്റെ ഒരു കുമ്പസാരമായിട്ട് ഇതിനെ പരിഗണിക്കാവുന്നതും ആണ്. കമ്മ്യൂണിസ്റ്റ് അണ്ടർഗ്രൗണ്ടിലെ ചവറ്റുകൂനയിൽ നിന്നും വിഷക്കൂണുകൾ മുളച്ചു പൊന്തി വരുന്നതായും തോന്നുന്നു. ആ വിഷക്കൂണുകളിൽ നിന്നും വിഷം ആണ് പ്രസരിക്കാൻ പോകുന്നത്. അദ്ദേഹം തന്നെ പത്രക്കാരോട് പറയുന്നു, പുസ്തക പ്രകാശനം മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന് പോലീസ് ചോദിക്കുകയാണത്രേ. ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തെ അത്യധികം ഭയം പ്രകടമാകുന്നുണ്ട്. പഴയകാല സഖാവായിരുന്ന കുഞ്ഞിക്കണ്ണൻ പുസ്തക രൂപത്തിലാണ് വിഷം വമിപ്പിക്കാൻ പോകുന്നത്. പുസ്തകം ഇതുവരെ പ്രകാശനം ചെയ്തിട്ടില്ല. പുസ്തക പ്രകാശനം 4-ാം തീയതി 4:30 മണിക്കാണ് നടക്കാൻ പോകുന്നത്. പുസ്തക പ്രകാശനത്തിന് മുമ്പ് പത്രസമ്മേളനം നടത്താനുള്ള കാരണമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ വേണ്ടി ബാഹ്യശക്തികൾ നവമാധ്യമങ്ങളിലും പോലീസിനെയും കൊണ്ട് മോശമായ പ്രചാരണം നടത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. 4-ാം തീയതി 4:30 പുസ്തക പ്രകാശനം നടക്കുന്നില്ല എന്ന് ഫേസ്ബുക്കിലും കാണുന്നു എന്നും ചില സുഹൃത്തുക്കൾ പറഞ്ഞു. മോശമായ പ്രചരണങ്ങളാണ് നടക്കുന്നതെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായും അദ്ദേഹം ആരോപിക്കുന്നു. കമ്മ്യൂണിസ്റ്റായിരുന്ന സഖാവ് കുഞ്ഞിക്കണ്ണൻ അവർക്കിടയിൽ ഒരു കൊലപാതകയോ കൊലപാതകത്തിന് കൂട്ടുനിന്നവനോ സാമ്പത്തിക തിരിമറിയെക്കുറിച്ച് അറിഞ്ഞിട്ടും ആരോടും പറയാത്തവനുമായ ഒരു കാപട്യക്കാരൻ മാത്രമായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് തെളിയാൻ പോകുന്നത്. ഒരു ന്യൂക്ലിയർ ബോംബ് തന്നെയാണ് ഞാൻ എഴുതിയ പുസ്തകം എന്ന തോന്നലുളവാക്കുന്ന രീതിയിലാണ് കുഞ്ഞിക്കണ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. തകർന്ന് തരിപ്പണമായ കമ്മ്യൂണിസത്തെ ഇനി ഏത് ബോംബ് കൊണ്ട് തകർക്കാം എന്നാണ് കുഞ്ഞിക്കണ്ണന് സാധ്യമാകുക എന്നറിയില്ല. കുഞ്ഞിക്കണ്ണൻ ഭയന്ന് വിറച്ചതുപോലെയുണ്ട് കാര്യങ്ങൾ. എന്തുതന്നെ ആയിരുന്നാലും ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും കമ്മ്യൂണിസ്റ്റ് അല്ലാത്തവനും കുഞ്ഞിക്കണ്ണൻ്റെ പുസ്തകം കൊണ്ട് യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. പുറത്താക്കപ്പെട്ട കുഞ്ഞിക്കണ്ണൻ്റെ പഴയകാല ദൗർബല്യങ്ങളുടെ ചൂണ്ടയിൽ അദ്ദേഹം സ്വയം കുരുക്കപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയമാണിപ്പോൾ ജനങ്ങൾക്ക് തോന്നുന്നത്. എന്ന് വ്യത്യസ്തൻ നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യാനും മടിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്ലീസ്.